കോഴിക്കോട് കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് സമീപത്തെ വാഹന പാർക്കിംഗ് ഏരിയയിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഓഫീസിന് തൊട്ട് മുൻപിലാണ് ശാസ്ത്രീയമായി സംസ്കരിക്കാതെ മാലിന്യങ്ങൾ കൂമ്പാരമായി കൂട്ടിയിട്ടിട്ടുള്ളത്. കുന്നമംഗലം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ സംഭരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. കോഴിക്കോട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഓഫീസിന് സമീപത്തെ മിനി സിവിൽ സ്റ്റേഷന്റെ വാഹന പാർക്കിംഗ് ഏരിയയാണിത്. ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടം, ബസ് സ്റ്റാൻഡ് തുടങ്ങി ജനങ്ങൾ വന്നുപോകുന്ന പ്രധാന കേന്ദ്രങ്ങളാണ് ഇതിനടുത്തുള്ളത്. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ 10 മീറ്റർ തൊട്ടടുത്ത് ഇത്രയും മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പൊതുജനങ്ങളോട് മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും മറ്റു രോഗങ്ങൾ പടരുന്നതിനെക്കുറിച്ചും ഈ പ്ലാസ്റ്റിക് കുപ്പികൾ, മറ്റു കാര്യങ്ങൾ, ചിരട്ടകളൊക്കെ കമിഴ്ത്താൻ, വെള്ളം കൂടി നിൽക്കുന്ന ചിരട്ടകളൊക്കെ കമിഴ്ത്താനൊക്കെ പോയിട്ട് കുടുംബശ്രീയിൽ കുറേ പൗഡറുകളൊക്കെ കൊടുത്തിട്ട് എല്ലാ വീടുകളിലും പറഞ്ഞയക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ശുചീകരണ യജ്ഞം. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആക്രിക്കട എന്ന് പറയാം. എന്താ വെച്ചാൽ മാലിന്യ മുക്ത കേരളം എന്നൊക്കെ പറയുന്ന ആണല്ലോ പഞ്ചായത്തുകൾ. അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്ലാസ്റ്റിക്കുകളും വീട്ടിൽ ശേഖരിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. പക്ഷേ പഞ്ചായത്ത് അതൊരു കച്ചവടമാക്കിയാണെന്ന് തോന്നുന്നു ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. നിരവധി സർക്കാർ ഓഫീസുകളുടെ തൊട്ടടുത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ജനങ്ങൾക്ക് മാതൃകയാകേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.